ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പെഷ്യലാണ് കേട്ടോ. നമ്മളെപ്പോഴും പറയുന്ന പോലെ സ്പെഷ്യലല്ല, ഒരു വെറൈറ്റി തന്നെ. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എന്താണ്, അർഷു. അതെ, നമ്മളെ സ്വന്തം അർഷു കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ പോവുകയാണ്. കാനഡയിൽ നിന്ന് വരികയാണ്. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് വരുന്നത്. രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 11 മണിയായി നമ്മൾ വരെ ഇറങ്ങുകയാണ്. നമുക്ക് കൊച്ചി പോയിട്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അർഷുവിനെ വെയിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഫ്ലക്സൊക്കെ അടുപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചാ എന്തിക്കാ ഇന്നലെ തന്നെ പോയി നമ്മൾ ഫ്ലക്സ് ഒക്കെ അടിപ്പിച്ചിട്ടോ. പിന്നെ ഇത് കണ്ട് ആരും വരണ്ട, കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ നമ്മളിവിടെ കല്യാണം കഴിക്കാൻ നമ്മൾ പറയില്ല, നമ്മൾ കല്യാണം കഴിക്കാന്നേ പറയലുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. അറിയാത്തോണ്ടല്ല, നമ്മൾ കല്യാണം കഴിക്കാന്നേ പറയലുള്ളൂ. അങ്ങക്ക് തെറ്റിയൊന്നുമല്ല. നമ്മൾ ഇതി കൊടുത്തത് അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ അടിച്ചെന്നു. വെൽക്കം ബാക്ക് അർഷുക്ക. മുഹബത്തിന്റെ മുന്തിരിച്ചാറുമായി കല്യാണം കഴിക്കാൻ അർഷു എത്തുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. അപ്പോൾ അതായിരുന്നു നമ്മളെ വ്ളോഗ്. നമ്മൾ ഇതാ പൂമാല ഐറ്റംസ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ. ഇന്ന് അർഷുവിനൊരു വൻ വരവേൽപ്പാണ് നമ്മൾ കൊടുക്കാൻ പോകണം. അതും കൂടി അത് കാണിച്ചെന്നാൽ അത് ഈ സാധനം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പ്രിൻ്റ് എടുത്താട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ പ്രിൻ്റ് എടുത്ത് റെഡി ആയില്ല. നമ്മൾ ഇതേപോലെ ഒരു ടീഷർട്ടൊക്കെ അടിപ്പിക്കണം വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പോണ വഴിക്ക് ഒന്നുകൂടി പ്രിൻ്റ് എടുക്കണതാ. അടിച്ച് കയറി വാ അർഷു. കാനഡ ടു കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇതും എല്ലാം കൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മൾ മാത്രമല്ല ഉള്ളത്, വീഡിയോ എടുക്കുന്നത് സൽമാനാണ്, അതേപോലെ സൈക്കോ, പിന്നെ അർഷി, അച്ചു ഓലൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി എടുത്ത് പോവും. ബാക്കി വിശേഷം ഞങ്ങൾ കുറച്ച് നേരത്തെ നീക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര നേരത്തെയാണ്, ലേറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ബാക്കി വിശേഷം നമ്മൾ പോണ വഴിക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരും. പിന്നെ മെയിൻ സാധനം അർഷി വരുന്നതാണ്, അത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. നമ്മൾ നെടുമ്പാശ്ശേരി പറഞ്ഞാൽ നെടുമ്പാശ്ശേരി തന്നെയാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ കരിപ്പൂർ എയർപോർട്ടിന് പകരം ഇവിടെ വന്നെങ്ങാണ്ട് ജോർജിക്ക് കയറാനൊക്കെ നിന്ന് പാളി പോയിനു. അപ്പോൾ അതേമാതിരി നമുക്ക് തെറ്റൊന്നുമില്ല, നമ്മൾ നെടുമ്പാശ്ശേരി പറഞ്ഞാൽ നെടുമ്പാശ്ശേരിക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഇതാണ് എയർപോർട്ട്, അതൊന്ന് കാണിച്ചു കൊടുക്ക്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അർഷു എത്താൻ എന്തായാലും ഒരു ഇഞ്ഞും ഒരു കോപ്പിറൈറ്റും കൊണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അർഷു എത്താൻ എന്തായാലും ഒരു 2-3 മണിക്കൂറും കൂടി ഉണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് സൽമാനിക്കു ഒരു ഹായ് പറയും വ്ളോഗിൽ. ഹായ് പറയും. ഹായ്, എൻ്റെ പേരിൽ വിട്ടു. പറഞ്ഞോ. ഹായ്, പറയൂ. എന്താ എനിക്ക് പറയാനുള്ളത് അർഷു വരുന്നതിനെ പറ്റി? എന്താ പറയണ്ടേ? അർഷു വരുന്നതിനെ പറ്റി ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ അർഷു എന്നെ കണ്ടാൽ ഞെട്ടും. കാരണം അർഷു പോയപ്പോൾ അർഷുവിൻ്റെ അത്ര ഹൈറ്റുള്ള തന്നെയാണ് അല്ലേ. ഇതെന്തില്ല, നീളല്ല. ഇങ്ങനെ വരുമ്പോൾ അർഷുവിനെ ഇങ്ങനെ പിടിച്ചു ഞങ്ങനെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അർഷുവിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അവള് ആദ്യമായിട്ട് കാണാണ്. അപ്പോൾ എക്സൈറ്റഡ് ആണോ? ഓ, ഐ എം വെരി എക്സൈറ്റഡ്. എക്സൈറ്റഡ് അല്ലേ? ഞാൻ എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ്. അർഷു എങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെയാണോ ഫോട്ടോയിൽ കണ്ട പോലെയാണോ എങ്ങനെയൊന്നും അറിയില്ലല്ലോ. നമുക്ക് എന്തായാലും നേരിട്ട് നോക്കി നോക്കാം. അർഷു വരും. ഓ, എന്തായാലും പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ അച്ചു, സൈക്കോ, അതേപോലെ അർഷി ജോയിൻ ചെയ്തിട്ടുണ്ട്. അർഷിയാണ് വീഡിയോ എടുക്കുന്നത്. അത് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ ഫോട്ടോ പ്രിന്റ് എടുക്കുന്ന പറഞ്ഞ ഫോട്ടോ കേട്ടോ. ഇത് ഒരു 10-15 പ്രിന്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരുടെ കയ്യിലും കൊടുക്കും. 2 എക്സ്ട്രാ ഉണ്ട്. അവിടെ ആരൊക്കെ കൈക്കൊക്കെ കൊടുക്കുന്നുണ്ട്, അടി വാങ്ങൂട്ടോ. പ്ലാൻ ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോ പാർക്കിങ്ങിൽ നിന്ന് കണ്ട് നമുക്ക് എന്തും കാട്ടാലോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പൊ ഇതൊക്കെ കയറ്റും അറിയില്ല. എന്താണ് പറയാനുള്ളത്? അർഷുവിനെ കാണാൻ എക്സൈറ്റഡ് ആണ്. 3 വർഷത്തിന് ശേഷം, 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ ഞങ്ങൾ അർഷുവിനെ കാണാൻ പോവുകയാണ് ഗൈസ്. ഇത് വായിച്ചു കൊടുക്ക്. ഇത് വായിച്ചു കൊടുക്ക്. വരവിന്റെ ഉദ്ദേശം എന്ത്? ക്വസ്റ്റ്യൻ മാർക്ക്. അതിനുള്ള ഉത്തരം ഇതിലുണ്ട്. ഞാൻ വായിക്കണോ? അർഷു. ചച്ചു. വെൽക്കം ബാക്ക് അർഷു. മുഹബത്തിന്റെ മുന്തിരിച്ചാറുമായി ഇത് വായിക്കട്ടെ. കല്യാണം കഴിക്കാൻ അർഷു എത്തുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 അർഷു പോകണ്ടോ. അപ്പൊ നമുക്ക് എയർപോർട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം.
ഗൈസ് ഞങ്ങൾ അർഷു വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അർഷു എവിടെ? അർഷു എവിടെ? അർഷു എവിടെ? ഞങ്ങൾ അർഷു അർഷു വി ആർ വെയിറ്റിംഗ് ഫോർ അർഷു. എവിടെ സൈക്കോ അർഷു? മൈക്ക് പടിയാണ് കേട്ടോ, മൈക്ക് പടിയാണ് ഗൈസ്. അർഷുവിനെ കാണാനില്ല ഗൈസ്. അർഷു ഇവിടെ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചീനു, പക്ഷെ ഇപ്പോൾ ഉണ്ടെന്ന് കാണാനില്ല. കണ്ടിന്യൂ അർഷുവിനെ കണ്ടിന്യൂ അർഷു ഇല്ലല്ലേ? പോലീസുകാർ നോക്കിയാ എന്താ, നമ്മളിവിടെ എന്താ ആളെ കൊല്ലാൻ നിൽക്കുന്നല്ലോ. ഇവിടെ ബിഗ് ബോസത്തെ ആൾക്കാരൊക്കെ വരുമ്പോ വീമ്പളക്കലേക്ക് നമ്മളാരയിലൊക്കെ വരുമ്പോ ഇങ്ങനെ ഫ്ലക്സ് പിടിച്ചേക്കണതിന് അത്ര വലിയ പ്രശ്നം. എന്ത് വന്നാലും സൈക്കോ നേരിടും. എന്ത് വന്നാലും നമ്മൾ സൈക്കോ പറഞ്ഞു കൊടുക്കും. സൈക്കോ വെടി കൊള്ളാൻ റെഡി ആയി നിൽക്കണം പറഞ്ഞു. എന്താ സൈക്കോ ഒരാളെ കണ്ടിട്ട് അടിച്ച് ഓഫാണ്. ഹാൻഡ് ബാഗ് ഇട്ട് വന്നേക്കാം. മോളെ ചേട്ടനെ കണ്ടിരുന്നോ? മോളെ കണ്ടില്ലല്ലേ? ഇയാളോട് ചോദിച്ചാൽ ചിലപ്പോ കിട്ടും. ഇയാളോട് ചോദിച്ചാൽ ചിലപ്പോ അർഷുവിനെ കിട്ടില്ല, രണ്ടടി കിട്ടും. ആ ചെക്കന്മാര് വരുന്നുണ്ട്. അർഷുവിന്റെ മക്കാക്ക അർഷു ചേട്ടൻ മൈൻഡ് ഇവന് ചിലപ്പോ അർഷുവിനെ കണ്ടിട്ടില്ല. അർഷു കണ്ടിട്ടില്ലല്ലോ. കണ്ടോ അർഷുവിനെ? കണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ അവിടെ വണ്ണിലാന്നൊരു ഇൻഫർമേഷൻ കിട്ടി. കണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ അർഷുവിനെ കണ്ടിട്ടുണ്ട്. അർഷു അതാട്ടോ അവിടെ നിൽക്കണ്, ബോസ് ലഗേജിന് വെയിറ്റ് ചെയ്യാണ്. ഒരു വെള്ള ടീഷർട്ടൊക്കെ ഇട്ടത് അവിടെ നിൽക്കണതാ. ബാക്കി നമുക്ക് ഇവിടെ ഉള്ളിലെത്തിയിട്ട് കാണാം. ഞങ്ങൾക്ക് മുഖം കറക്റ്റ് കാണുന്നുണ്ടാവില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അർഷു വരുന്നുണ്ട് കേട്ടോ. പെട്ടിയൊക്കെ കിട്ടി ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ. അർഷുവിനെ ഓരോ പെട്ടി എടുത്ത് വെക്കണോ ഞങ്ങൾ കണ്ടു നിൽക്കാനും. അപ്പോൾ ഫ്ലെക്സ് ഞങ്ങൾ മറച്ച് പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴേ കാണേണ്ട വെച്ചിട്ട് സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് അർഷു വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് തുറക്കും. ബാക്കി മാല പരിപാടികളൊക്കെ അവിടെ ഫുള്ള് സെറ്റാണ് കേട്ടോ. ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്. അർഷു വരട്ടെ. ആവേശപരമായ പോരാട്ടത്തിൽ അർഷു പെട്ടി കിട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അർഷുനെ കണ്ടിനാ? കാനഡ നിന്നായിരിക്കും. പെട്ടി കണ്ടാലേ പാരീസ് ഒക്കെ ഉണ്ടല്ലോ. ആ ചുമ്മാലോ. എവിടെ ഞങ്ങൾ അർഷു? അർഷു 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 വന്നിട്ടുണ്ട് ഗൈസ്. അർഷു വന്നു അർഷു വന്നു അർഷു വന്നു. അണീക്കു അണീക്കു. മുന്നിക്കരുത്, വണ്ടി മുന്നിക്കരുത്, വണ്ടി സൈഡാക്ക്. മാസ്ക് വാങ്ങിനൊന്ന് പോയി ചെയ്തിട്ടുണ്ട്. കുറവാക്കി മാനം കിട്ടും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പെട്ടിക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഒന്നുമില്ല അതിൽ എന്റെ പയ കുറച്ച് തുണി ഒരു പോസ്റ്റർ നിലത്ത് വീണു. അത് ഇട്ട് വാ, ഒരു വീഡിയോ എടുക്കട്ടെ. അർഷു എത്തിക്ക. ആ ഏയിലച്ച പോയി കഷ്ടമായി. ഞാൻ പറഞ്ഞതാണ് നിങ്ങളൊക്കെ മനുഷ്യന്മാരായിട്ട് നിങ്ങളൊക്കെ പേടി നിങ്ങളെ കണ്ടിട്ട്. വണ്ടി ഞങ്ങൾ പിടിച്ചോളാം നടക്കുമ്പത്തെ. വ്ളോഗിലൊരു ഹായ് പറയൂ. നമ്മളെ വ്ളോഗിൽ ആദ്യമായിട്ട്
അർഷു നല്ല ടയേർഡാണെന്നാണ് പറഞ്ഞത്. അർഷുവിന് ഉറക്കം വരുന്നുണ്ട്. ബാക്കി വിശേഷമൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടെടുക്കാം. കേരളത്തെ കുറിച്ച് എന്താ പറയാ? കേരളത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയില്ല. എവിടെ നല്ല മന്തി കിട്ടും പോയി തിന്ന മന്തി വരട്ടെ. സൂപ്പർ ആയിട്ടാ അർഷു 3 വർഷത്തിന് ശേഷം കെട്ടാൻ വേണ്ടി കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ഇവിടെ പബ്ലിക് ന്യൂസൻസിൽ പിടിച്ചു കുതിരെ. അതിവിടെ പ്രശ്നമില്ല. അർഷുവിന്റെ കല്യാണമാണ് 22-ാം തീയതി. അലമ്പാക്കല്ലേ ചെങ്ങ ചടാൻ നേരം വിളിച്ചത് ഒക്കെ പോട്ടെ. ഇവരുടെ കല്യാണം 22-ാം തീയതി. കനേഡിയൻ മാനേഴ്സ് ആണ് കണ്ടത് കേട്ടോ. എന്താണ് പറയാനുള്ളത് നാട്ടിലെത്തിയതിനു ശേഷം? നാട്ടിനെത്തിയതിനു ശേഷം ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഈ ചെങ്ങായിക്ക് ഇനി വണ്ടി കൊടുക്കരുത്. എങ്ങനെ വണ്ടി ഓട്ടണത് യാതൊരു ബോധമില്ലാത്തൊരു ചങ്ങായി. ഓൺ അടിച്ചാൻ പറ്റില്ല, ഓൺ അടിച്ചാൻ പറ്റില്ല, കട്ട് ചെയ്ത് കയറല്, ഒരു മാനേഴ്സും ഇല്ലാതെ തോന്നി മാറി വണ്ടി കിട്ടുക. അതൊരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ വന്നിറങ്ങിയപ്പോൾ നേരിട്ട മറ്റൊരു പ്രശ്നം, കഠിനമായ ചൂട്, ഉഷ്ണം, ഭയങ്കര ഉഷ്ണമാണ്. ചൂട് സഹിച്ചാൽ ന്യൂഡിറ്റി എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതിന്റെ ചെറിയ വിഷയങ്ങളുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ വരുമ്പോൾ പിന്നെ കാണാം. ക്ഷീണിതനാണ്. മന്തി കഴിക്കണം എന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോൾ തന്നെ മന്തി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സൂഫി മന്തിക്ക് വന്നു. അപ്പോൾ സ്ഥലമല്ല, ഇനി ഇത് പ്രൊമോഷനാണെന്ന് പറയണ്ട കേട്ടോ. അർഷുവിന് സൂഫി മന്തി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അതെ, പൈസ കൊടുത്ത് തിന്നാ കേട്ടോ. 3 വർഷത്തിന് ശേഷം മന്തി തിന്നണ അർഷു. ആ ഒരു സന്തോഷം നോക്കി നിങ്ങൾ മുഖത്തിന്റെ. അർഷു ഹാപ്പി അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അർഷു ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ സമയം നല്ല ലേറ്റായി, ഇരുട്ടായി. അപ്പോൾ നാളെ രാവിലെയൊക്കെ പോയിട്ട് വീട്ടിലത്തെ ഒരു സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു. അർഷു ഇന്ന് വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പച്ചിയൊക്കെ 3 വർഷത്തിന് ശേഷം അർഷുവിനെ കാണാൻ പോകുന്ന ഇവിടെ അർഷു വരുന്നുണ്ട്. പറഞ്ഞപ്പോൾ റെഡി ആയിരിക്കുന്നുണ്ട് ഇമ്മച്ചി. ഇവിടെ അടുത്തെത്താനായിരുന്നു. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ ഇതാ അർഷു എത്തിയിട്ടുണ്ട്. അർഷ് വീട് പണി നടന്നൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വീട് പണി തുടങ്ങണ ടൈമിലാണ് അർഷ് പോയത്. വാലേക്കും സലാം. എന്തേ ഞാൻ പേരൊക്കെ ഒന്ന് കാണട്ടോളാ. ഞാൻ കണ്ട പറമ്പൊന്നും നല്ലത് ഇതാകെ മാറിട്ടോ. ഇത് അല്ലാ കുട്ടി ഉഷാറായിട്ട് എത്ര കൂരി നടക്കണേ. ഞാൻ എനിക്ക് അർഷ് പോണെന്ന് ഈ സിറ്റ് ഔട്ടൊക്കെ പകുതിയുള്ളൂ. ഇവിടെയൊക്കെ പകുതിയുള്ളൂ. ഇവിടെയൊക്കെ പോർച്ചയായിരുന്നു അർഷ് പോണ ടൈമില്. പോർച്ചൊക്കെ അങ്ങോട്ടായി. ഇതെങ്ങനെയുണ്ട് ഞങ്ങൾ പ്രതിമ അവിടെ ആൾക്കാരെ സ്വീകരിക്കാൻ? ചെറുക്കൈ വീടിന്റെ ഐശ്വര്യം. ഇതേമാതിരി ഇത്ര ഉണ്ടോനിപ്പോ ശരിക്കും ഈ നീളം തന്നെ. ഇത് ശരിക്കും ഇത്ര അല്ലേ? ഞാൻ 2 വെച്ചാലേ നിങ്ങളായിക്കണോ? മിഞ്ഞാന്ന് വന്ന പിരിവുകാരനെ നേതാവിന്റെ പിരിവിന് വന്ന ആള് ഇതിനോടൊരു 3 വട്ടം സലാം പറഞ്ഞു. പിന്നെ മനസ്സിലായി. ശരിക്കും മൂപ്പര് അവിടെ നിന്നിട്ട് ഒരു 3 വട്ടം സലാം പറഞ്ഞു. പിന്നെ മൂപ്പര് എടുത്തു വന്ന് തൊട്ടാക്കിയപ്പോൾ മനസ്സിലായത് കട്ടൗട്ടാണ്. സ്പീക്കറും യാത്ര കുറച്ച് മോശം. എല്ലാവരും ഉഷാറായി എന്നൊക്കെ പറയും, പക്ഷെ കുറച്ച് മോശം. അത്രയും നേരം ഫ്ലൈറ്റില് ഭയങ്കര ഗതികളാ. അപ്പൊ നാളെയല്ലേ വീട്ടിൽ പോണത്? നാളെ ഞങ്ങൾ വീട്ടിൽ പോണത് പെരക്കാരറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളുള്ളത് അർഷുവിൻ്റെ വീട്ടിലാണ്. അർഷുവിൻ്റെ വീടോട് പെയിൻറ്റിങ് പണിയൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അർഷു ആ റൂമിലുണ്ട് കേട്ടോ. ഉമ്മക്ക് അറിയില്ല. അർഷു ആ റൂമിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഉമ്മാനോട് റൂമിൻ്റെ ഫോട്ടോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാട്ടോ. നിങ്ങൾ വെള്ളമൊന്നും എടുക്കണ്ട, ഞങ്ങൾ ചായ അടിച്ച് വരികയാണ്. നിങ്ങൾ
വെള്ളം എടുക്കണ്ട, നിങ്ങളിങ്ങോട്ട് വരി. ആ ഇതൊക്കെ ഇതുള്ളിൽ വെച്ചോളി, ഇങ്ങോട്ട് വരി. ഞാനേ ഇങ്ങള് വന്നപ്പോ അർച്ചുണ്ടാവും പിന്നെ നിങ്ങള് റൂം നോക്കാനാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പുറകേക്ക് നോക്കാതെ വണ്ടിയിൽ നോക്കിയപ്പോ നമ്മള് ബേജാറായി. അല്ലേ, ഞാൻ ഈ വണ്ടി പോയപ്പോ ഒരു സംശയമുണ്ട്. അതിന് ഞാൻ വണ്ടിക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു 5-6 ആൾക്കാർ കണ്ടു. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ചു നേരം അങ്ങോട്ട് നോക്കി. അതൊക്കെ ഞാൻ നോക്കണുണ്ട്. പിന്നെ നിങ്ങൾ ഒറ്റക്ക് വന്ന് കേറിയപ്പോ ഞാൻ ഉണ്ടാവും. പിന്നെ ഞാൻ ഇപ്പൊ അസനോട് പറഞ്ഞിട്ടുണ്ട് പണി കഴിഞ്ഞിരുന്നു. അന്ന് ഒന്നും ചെയ്യണ്ട. ഞങ്ങള് റൂമിന്റെ ഫോട്ടോ എടുക്കാൻ, ഇന്റീരിയർ ചെയ്യാനേ. അവർക്ക് ഏകദേശം വരും. അന്ന് ഈ വർക്കൊക്കെ ചെയ്ത് കൊടുക്കില്ലാന്നാണെങ്കിൽ തീർന്നിരുന്നു. അന്ന് കടക്കട്ടായിരുന്നു. ഇന്നിപ്പോ വെച്ചേക്കും. നാളേക്ക് തീരും. ഞങ്ങളെ നാളെ നിങ്ങള് ഞാൻ വിളിച്ചപ്പോ എന്താ ചേച്ചി? ഞങ്ങൾക്ക് ഞാൻ വന്നിട്ട് 2 ദിവസം ഇന്നലെ വരുന്നത് കരുതിയാലും കൂടില്ല. പിന്നെ വന്നത് 10 നേരം വൈകി. അത് പിന്നെ ഞങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാൻ നിൽക്കേനും, നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ഒന്ന് സർപ്രൈസ് ആയി. ഇത് ചെറുതായിട്ട് മണം അടിക്കാത്തോണ്ടല്ല, എന്നാ പിന്നെ അത് ആ ലെവലിൽ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ തോലൊക്കെ ചിരിച്ചിട്ട് അറിയുന്നത് ആ പറഞ്ഞിട്ട ഫോട്ടോ ഉണ്ടാവും ഇനി കണ്ടോട്ടി വരുമ്പോ. അപ്പോൾ ഇതായിരുന്നു അർഷുവിനെ നമ്മൾ കൂട്ടാൻ പോയ വ്ളോഗ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇനിയും വ്ളോഗൊക്കെ വരുന്നതാണ്. അർഷുവിൻ്റെ കല്യാണം അതും ഇതൊക്കെ അനിയൊക്കെ നാട്ടിലെത്തി കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ വീഡിയോസും എല്ലാം വ്ളോഗായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.